വയനാട് മേപ്പാടിയിൽ 71കാരന്റെ ജീവനെടുത്ത കാട്ടാനയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ദൌത്യം തുടരുന്നു. രാവിലെ കുങ്കി ആനകളെ വെച്ചുള്ള തെരച്ചിൽ പുനരാരംഭിക്കും. അക്രമകാരിയായ കാട്ടാനയെ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്താനായില്ല. വിവരങ്ങളുമായി ഷംന ചേരുന്നു. ഷംന, ഈ കുങ്കിയാനകളുടെ സാന്നിധ്യം മനസ്സിലാക്കി ആന വനമേഖലയിലേക്ക് തിരികെ പോയിട്ടുണ്ടാവുമോ? എന്താണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ? എങ്ങനെയൊക്കെയാണ് അന്വേഷണം, ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്? ശ്രീജ, 2 ദിവസം മുൻപാണ് എരുമക്കൊല്ലിയിൽ അറുമുഖൻ എന്ന വയോധികൻ കൊല്ലപ്പെടുന്നത്. അന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം സ്ഥിരമായ കാട്ടാന സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഒരു സൗകര്യങ്ങളോ ഒരു സുരക്ഷാ മുൻകരുതലുകളോ ഭാഗത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പുവരുത്തുന്ന നടപടികളിലേക്ക് അധികൃതർ കടക്കണം, കാട്ടാനയെ മയക്കുവെടി അടക്കം വെക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അന്ന് തന്നെ മേഖലയിൽ ഉണ്ടായതാണ്. അതിനുശേഷമാണ് വനം മന്ത്രി അടക്കം ഈ മേഖലയിൽ കുങ്കിയാനകളെ എത്തിക്കുമെന്നും ഈ കാട്ടാന പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്നും ഉറപ്പു നൽകിയത്. അങ്ങനെ മുത്തങ്ങയിൽ നിന്നും 2 കുങ്കിയാനകളെയാണ് മേഖലയിൽ എത്തിച്ചിട്ടുള്ളത്. ഇന്നലെ വ്യാപകമായ തെരച്ചിൽ നടന്നിരുന്നു. RRT സംഘത്തിന്റെയും കുങ്കിയാനകളുടെയും നേതൃത്വത്തിൽ വളരെ വ്യാപകമായി തന്നെ തെരച്ചിൽ നടന്നെങ്കിലും മേഖലയിൽ ഈ കാട്ടാനയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നും തെരച്ചിൽ തുടരും. ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള ഈ ആനയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ഒരു നടപടി അത് സാധ്യമായില്ലെങ്കിൽ മാത്രമായിരിക്കും മറ്റ് ഈ മയക്കുവെടി അടക്കം വെക്കുന്നതിലേക്കുള്ള നടപടികളിലേക്ക് അധികൃതർ കടക്കുക. പക്ഷെ അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഈ കാട്ടാനയെ മേഖലയിൽ കണ്ടെത്തേണ്ടതുണ്ട്. അതിനായുള്ള തെരച്ചിലാണ് ഇന്ന് പുരോഗമിക്കുന്നത്. ഇന്നലെ വളരെ സജീവമായി തന്നെ രാവിലെ മുതൽ തെരച്ചിലുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ ഈ അറുമുഖന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് രാത്രി ഏറെ വൈകിയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. പിന്നീട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുമെന്ന ഉറപ്പിലാണ് നാട്ടുകാർ പിരിഞ്ഞു പോയത്. ഇപ്പോൾ വീണ്ടും മേഖലയിൽ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഉടലെടുക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ഈ വയനാട്ടിൽ മാത്രം കഴിഞ്ഞ 2 മാസത്തിനിടെ വയനാട്ടിൽ 3 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 9 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 14 പേരോളം ഈ വയനാട്ടിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ തങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, സുരക്ഷ ഇത് ഉറപ്പാക്കുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കുങ്കിയാനകളെ എത്തിച്ചുകൊണ്ടുള്ള ഈ വ്യാപക തെരച്ചിലും വനമേഖലയിലേക്ക് തുരത്താനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ആന വനമേഖലയിലേക്ക് തന്നെ മാറിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത്. ഈ കാട്ടാനയെ തുരത്താനുള്ള ദൗത്യം തുടരുകയാണ്.